1201 കന്നി മാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ജ്യോതിഷ ഫലങ്ങളാണ്. 17/9/2025 മുതൽ 17/10/2025 വരെയുള്ള ഒരു മാസ കാലഘട്ടത്തെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. പല രീതിയിലും അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ധനവും ധാന്യങ്ങളും സമൃദ്ധിയായി ലഭിക്കാം. മേലധികാരികളിൽ നിന്നുള്ള ഉപദ്രവം കുറയാം. ശത്രുഭയം കുറയാം. നിങ്ങൾക്ക് ശത്രുക്കൾ ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ അറിയാതെ തന്നെ അവർ പിന്തുടരുന്നുണ്ടാകും. അത് ശ്രദ്ധിക്കുക. പല രോഗത്താലും കഷ്ടപ്പെടുന്ന പുണർദ നക്ഷത്രക്കാർക്ക് അവർക്ക് ആശ്വാസം ലഭിക്കേണ്ട ഒരു സാധ്യതയും ഈ മാസം കാണുന്നുണ്ട്. രോഗശാന്തി ലഭിക്കാം. മക്കളാരെങ്കിലും രോഗത്താൽ കഷ്ടപ്പെടുന്ന പുണർദ നക്ഷത്രക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് രോഗശാന്തി ഈ മാസം ലഭിക്കുന്നതാണ്. ബന്ധുക്കൾ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുകയും നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് ചേരുകയും ചെയ്യുന്നു. പൊതുവെ ഗുണകരമായ പല കാര്യങ്ങളും നടക്കുമെങ്കിലും കണ്ടകശനിയുടെ ദോഷങ്ങൾ കുറച്ചെങ്കിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മോശപ്രവൃത്തികൾ ചെയ്യുന്നവരുമായി ഒരിക്കലും നിങ്ങൾ കൂട്ടുകെട്ടരുത്. അവർ പലതരത്തിലുള്ള വഴക്കുകളും നടക്കാനുള്ള സാധ്യതയുണ്ട്. ശരീരത്തിനും വയറ്റിനും പിടിക്കാത്ത ഭക്ഷണപാനീയങ്ങൾ ഭക്ഷിച്ചത് മൂലം പല രോഗങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. പ്രായം ആയവർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുവാനുള്ള സാധ്യത. അച്ഛനോ അമ്മയോ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ അവർക്കും രോഗങ്ങൾ മൂലം കഷ്ടപ്പെടേണ്ട ഒരു സാധ്യതയുണ്ട്. മോഷ്ടാക്കൾ പലതും നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിക്കപ്പെട്ടേക്കാം. അത് വളരെ ശ്രദ്ധിക്കുക. അൾസർ മുതലായ രോഗം വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി ദശാസന്ധിയും അപകാരദശയും കൂടി പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കുവാൻ സാധിക്കൂ. നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. മോശഗ്രഹങ്ങളുടെ ആണെങ്കിൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണെങ്കിൽ ഗുണഫലങ്ങൾ നല്ല ഫലങ്ങൾ വളരെയേറെ ലഭിക്കുന്നതാണ്. നേരെ മറിച്ച് മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയോ ഗ്രഹപാർച്ചയോ ആണ് നടക്കുന്നതെങ്കിൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് ഈ സമയം ഒരു ജാതക പരിശോധന നടത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം നിങ്ങൾ വേണ്ടുന്ന പൂജകളൊക്കെ നിങ്ങളാൽ കഴിയുന്ന പൂജകളെല്ലാം നിങ്ങൾ ചെയ്യുക. അന്നദാനം മുതലായ ദാനധർമാദികൾ നിങ്ങൾ ചെയ്യുക. ജാതകദോഷങ്ങൾ ഒരു പരിധിവരെ മാറ്റിവെക്കും. നിങ്ങൾക്ക് വാസ്തുപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് വാട്സപ്പിലോ ഫോണിലോ എന്നെ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഈ ഒരു മാസക്കാലം സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.